ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ഓർഡർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. മെയിൻലി 3 കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്: സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ്സ്. ആദ്യം തന്നെ നമുക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് മെയിൻലി 3 എണ്ണമാണ് ഉള്ളത്: if സ്റ്റേറ്റ്മെൻറ്റ്, if else സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ടാവും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്ഷനും ഉണ്ടാവും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ മാത്രം ആ സ്റ്റേറ്റ്മെൻറ്റ് ആക്ഷൻ എക്സിക്യൂട്ട് ആവും. ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ നമ്മൾ 2 നമ്പേഴ്സ് കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് എയും ബിയും എന്ന് പറഞ്ഞ വേരിയബിളിനകത്താണ്. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു: if a equal to b. അതായത് നമ്മുടെ നമ്പേഴ്സ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എ ആൻഡ് ബി ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റായി വന്നില്ല. നമുക്ക് വാല്യൂസ് ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാം. കൊടുത്ത കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി ഔട്ട്പുട്ടിൽ എ ആൻഡ് ബി ആർ ഈക്വൽ എന്ന് പ്രിൻ്റ് ചെയ്ത് വന്നു. അടുത്ത സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനകത്ത് ഒരു കണ്ടീഷനും 2 സ്റ്റേറ്റ്മെൻറ്റ് ആക്ഷൻസും ഉണ്ടാവും. സപ്പോസ് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്ഷൻ എക്സിക്യൂട്ട് ആവും. കണ്ടീഷൻ ഫാൾസ് ആയാൽ എൽസ് ബ്ലോക്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ്. നേരത്തെ എടുത്ത എക്സാമ്പിളിൽ നമുക്ക് ഒരു എൽസ് ബ്ലോക്ക് എഴുതാം. അതായത് 2 നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കും, എൽസ് നമ്പേഴ്സ് ഈക്വൽ അല്ല എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എ ആൻഡ് ബി ആർ നോട്ട് ഈക്വൽ. നമുക്ക് വാല്യൂസ് ഒന്ന് മാറ്റി നോക്കാം. A and B are equal. അടുത്ത സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനകത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, കുറേ കേസസ് ഉണ്ടാവും. എക്സ്പ്രഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ഏത് കേസാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ ഞാൻ ഒരു ക്യാരക്ടർ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ക്യാരക്ടറിൻ്റെ ബേസിസിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ക്യാരക്ടർ എ ആണ് കൊടുത്തതെങ്കിൽ ദ ക്യാരക്ടർ ഈസ് എ എന്ന് പ്രിൻ്റ് ചെയ്ത് വരും. ക്യാരക്ടർ ബി ആണ് കൊടുത്തതെങ്കിൽ ദ ക്യാരക്ടേഴ്സ് ബി എന്ന് പ്രിൻ്റ് ചെയ്ത് വരും. ടു അപ്പർ കേസ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സ്വിച്ചിലേക്ക് നമ്മുടെ ഈ ക്യാരക്ടറിനെ പാസ് ചെയ്യാണ്. എന്നിട്ട് ആ ക്യാരക്ടറിൻ്റെ ബേസിസിൽ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അവസാനമായി ഡിഫോൾട്ട് കേസ് നമ്മൾ കൊടുക്കണം. ഇൻ കേസ് നമ്മൾ കൊടുത്ത കേസുകൾ ഒന്നും വർക്ക് ചെയ്തില്ല എങ്കിൽ ഡിഫോൾട്ട് കേസ് എക്സിക്യൂട്ട് ആവും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ക്യാരക്ടറിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങളുടെ ഡൗട്ട്സ് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time guys, thank you.